എവിടെ വെച്ചു? രാവിലെ തൊട്ട് തരണം. ഇപ്പം എന്ത് ചെയ്യും? അമ്മ എന്താ നോക്കുന്നേ? എന്താ അമ്മേ? പൈസ വെച്ചിരുന്ന് കാണാനില്ല. അതെവിടെ പോവാനാ? നീയാണോടെ എടുത്തത് പൈസ? ഞാൻ ബുക്കിനകത്ത് വെച്ചിരുന്ന പൈസയായിരുന്നു. ഞാൻ എന്തിനാ അമ്മയുടെ പൈസ എടുക്കുന്നേ? നിനക്ക് എത്ര കിട്ടിയാലും തികയില്ലല്ലോ. എന്റെ മോനെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, നീ ഇവിടെ ദൂർത്തടിച്ചു കളയുന്നു. എനിക്ക് തന്നെ സംശയം ഉണ്ടടി. മുമ്പൊക്കെ എന്ത് വെച്ചാലും ഒരു കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു. അതെങ്ങനെ ഓരോരുത്തികളെ വന്ന് കയറി ഒന്നും വെച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈശ്വര, ദേ ഇരിക്കുന്ന അമ്മയുടെ പൈസ. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ഇതിനകത്തിരുന്നു. ഓഹോ, പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോ നൈസ് ആയിട്ട് ഇതിനകത്ത് കൊണ്ടുവച്ചു അല്ലേടി? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് നിന്നെ സംശയമുണ്ട്. അതെ, നിന്റെ ഈ പൂങ്കണ്ണീരൊന്നും എന്നോട് കാണിക്കണ്ട. അതൊക്കെ നിനക്ക് ചെലവാവുന്നതേ എന്റെ മോന്റെ അടുത്ത്. എന്നോടൊന്നും നടക്കത്തില്ല. അവളുടെ ഒരു നാടകം. പാല് 3400, കറണ്ട് ബില്ല് 1000, മോളുടെ ഫീസ് 8000, അച്ഛനും അമ്മയ്ക്ക് 4000 എങ്കിലും കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി 1500. സാധനങ്ങൾക്കെല്ലാം വില കൂടി. ഈ 1500 രൂപ വെച്ച് ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ മാസം പാൽക്കാരൻ ലേറ്റായിട്ടാണ് പൈസ കൊടുത്തത്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും ആ പാവത്തിന് നേരത്തെ കൊടുക്കണം. പക്ഷെ ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? എടി, ഞാൻ ഇന്നലെ അയച്ച പൈസ കിട്ടിയായിരുന്നു? ആ കിട്ടി. ഞാൻ പോയത് എടുത്തായിരുന്നു. ഈ മാസം വളരെ കുറവാണല്ലോ. ഇത് തന്നെ ഒപ്പിച്ച പാടെ എനിക്കറിയാം. നാട്ടിൽ വന്നപ്പോൾ വാങ്ങിയ പൈസ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു, അതാ. പിന്നെ നമ്മുടെ മോക്കെ അവൾ പറയുന്ന മുട്ടായിക്ക് ഒന്ന് മേടിച്ചു കൊടുത്തേക്കണേ. എപ്പോൾ വിളിച്ചാലും അവൾക്ക് അതേ പറയാനുള്ളൂ. ആ ബെസ്റ്റ്. 1500 രൂപയുണ്ട്, ഞാനും ഉണ്ട്. ഇതുകൊണ്ട് ഈ മാസം എങ്ങനെ സാധനങ്ങൾ വാങ്ങുമെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ കൊച്ചിൻ്റെ കാര്യം, അവൾക്കാണെങ്കിൽ ചെറിയ മുട്ടായി ഒന്നും പോരല്ലോ. നിനക്കെന്താ എത്ര കിട്ടിയാലും തികയാത്തത്? എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കണ്ണി കാണുന്ന സാധനങ്ങൾ വാങ്ങി പൈസ കളയരുതെന്ന്. എനിക്കിവിടെ നോട്ടടിക്കുന്ന കമ്പനിയിലല്ല ജോലി. ഞാനിവിടെ കിടന്ന് രക്തം വെള്ളാക്കുന്ന പൈസയായിരുന്നു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞ്. നീ എങ്ങനെ ഉദ്ദേശിച്ചാലും കൊള്ളാം. ശരി. അവളെ രാവിലെ തന്നെ ബാങ്കിൽ പോയി വന്നിട്ടുണ്ട്. ആണോ? അപ്പോ അവൻ പൈസ അയച്ചു കാണും. ആ അയച്ചു കാണും. എന്നാലും നമുക്ക് വല്ല നക്കാപ്പിച്ചല്ലേ തരൂ. നിന്റെ ഒരു കാര്യം. ഇടേ, ഈ മരുന്നെല്ലാം തീർന്നിരിക്കുക. ഇന്ന് തന്നെ വാങ്ങണം കേട്ടോ. പിന്നെ നിനക്കെന്തെങ്കിലും വാങ്ങണോടി? അതെ, എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, അവൻ നമുക്കും കൂടി വേണ്ടല്ലേ അവിടെ പോയി കഷ്ടപ്പെടുന്നത്. എന്നിട്ട് അവൾ നമുക്ക് തരുന്നതോ നക്കാപ്പിച്ച. എന്നിട്ട് തന്നൊന്ന് പേരും. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അച്ഛാ, ഇതിൽ 4000 രൂപയുണ്ട്. ഇത്തവണ എത്തി കുറച്ചേ അയച്ചുള്ളൂ. എത്ര കിട്ടിയാലും നീ നക്കാപ്പിച്ചില്ലേ ഞങ്ങൾക്ക് തരൂ. അതെനിക്കറിയാം. കുറവാണെങ്കിൽ ഏട്ടനോട് വിളിച്ച് ചോദിച്ചാൽ മതി. അതെ, ഞങ്ങളുടെ മോനെ വിളിക്കാൻ നിന്റെ ശുപാർശയൊന്നും വേണ്ട. ഞങ്ങൾക്കറിയാം വിളിക്കാനായിട്ട്. മോളാ കാശിങ്ങമ്മേ. അമ്മ, അമ്മയുടെ പൊന്നുമോള് വന്നോ? പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആദ്യം അമ്മ പോയി ഫ്രഷ് ആവ്. ഞാൻ ഫ്രഷ് ആവാനോ? എന്തിന്? ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ അമ്മ ഇന്ന് തന്നെ പുറത്ത് കൊണ്ടുപോയി ഐസ്ക്രീം എല്ലാം മേടിച്ചു തരുമോ? മോക്ക് അടുത്ത മാസം അമ്മ എല്ലാം വാങ്ങിത്തരാം. അച്ഛൻ പറഞ്ഞ പോലെ ഐസ്ക്രീമും ചോക്ലേറ്റും എല്ലാം വാങ്ങിത്തരാം. പറ്റില്ല, അമ്മ എല്ലാ മാസവും ഇങ്ങനെയല്ലേ പറയുന്നത്. എനിക്കിപ്പോ വേണം. ആ കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അതിനെ പറഞ്ഞ് പറ്റിക്കാതെ എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ നോക്ക്. ചുമ്മാ പറഞ്ഞ് പറ്റിക്കുന്നു. മോളെ, അമ്മ ഉറപ്പായിട്ടും അടുത്ത മാസം വാങ്ങിത്തരാം. അച്ഛൻ കുറച്ച് രൂപ അയച്ചോളൂ. മോളുടെ സ്കൂളിലെ ഫീസൊക്കെ അടയ്ക്കണ്ടേ? എന്നാലല്ലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ശരി, എനിക്ക് അടുത്ത മാസം ഉറപ്പായിട്ടും വാങ്ങിച്ചു തരുമല്ലോ? ഉറപ്പായിട്ടും വാങ്ങിത്തരും. നീ അവൻ വരുമ്പോഴേ ആ ലാപ്ടോപ്പ് ഒന്ന് എടുത്ത് കൊടുത്തേക്കണേ. ആ, ഞാൻ ലാപ്പ് എടുത്ത് കൊടുത്തേക്കാം. ഈ കുബൂസ് അല്ലാതെ വേറെ ഒന്നും കഴിക്കാനില്ലേ? ഇത് തന്നെ കിട്ടുന്ന
കിട്ടുന്ന ദൈവഭാഗ്യം. വല്ലാതെ ക്ഷീണിച്ചു പോയി. നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ, പോയി കിടന്നുറങ്ങിക്കോ. അതെന്താടി ഞാൻ വന്നപ്പോൾ നീ കട്ട് ചെയ്യാൻ പോന്നു? അമ്മ വന്ന് ഞാൻ കണ്ടില്ല അമ്മ. അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കാലത്ത് ഒരു ശ്രദ്ധയുമില്ല. ഇങ്ങത്താ, എനിക്ക് അവനോട് സംസാരിക്കണം. ആ മോനെ, എന്താ പറയാ? ഇവിടെ ആണെങ്കിൽ എല്ലാം പ്രശ്നമാണ്. ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ തന്നെ തികയുന്നില്ല പൈസ ഇവള് തരുന്ന നക്കാപ്പിച്ചുകൊണ്ട്. പിന്നെ അവളുടെ കാര്യവും എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. അവളുടെയും കുഞ്ഞിൻ്റെയും കാര്യമൊക്കെ അവൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ വേണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് മേടിച്ചോ, ഞാൻ അവളോട് പറഞ്ഞേക്കാം. അമ്മ ഇപ്പം അവളുടെ ഫോണൊന്നും കൊടുത്തേ. ഞാൻ കൊടുക്കാം. ഇതാ അവനൊന്നും സംസാരിക്കണമെന്ന്. ഈ കഷ്ടപ്പെടുന്ന പൈസയൊക്കെ നിനക്ക് അയച്ചു തരുന്നതേ നിനക്ക് അവിടെ ദൂർത്തടിക്കാനല്ല. അമ്മ പറയുന്നത് നീ കേട്ടില്ലേ? നീ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കാറില്ലേ? ഉണ്ട്. അതായിരിക്കും അമ്മ ഇങ്ങനെ പറഞ്ഞത്. അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ നടത്തി കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. വന്നൊന്നൊരു സമാധാനവും ഇല്ല. ശരി. ചേച്ചി ആ. തിരക്കിലായിരുന്നോ? ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. ചേച്ചി ചേട്ടൻ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ. ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാ. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, നീ ഇരിക്കേ. ആ പിന്നെ ചേട്ടൻ ക്രിസ്മസിന് വരുന്നുണ്ടോ? വരണമെന്ന് ആഗ്രഹമുണ്ടടാ, ലീവ് കിട്ടില്ല. ശരി പോരും. ആ അമ്മയോടെ പോരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാ. നീ എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? അമ്മ ബിനുവിൻ്റെ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ശരി പോരാ. ശരി. ചുറ്റുക്കളി ഉണ്ടല്ലോ ഇതിൽ. കണ്ടുപിടിച്ചോളാം. ആ ആൻസി. ആ ചേച്ചി ഇതെവിടെ പോയതാ? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാ ചേച്ചി. 2 ദിവസം കൊണ്ട് എന്ത് മഴയല്ലേ? ആ ഭയങ്കര മഴയാ. എന്താ മുഖം മാടിയിരിക്കുന്നേ? 2 ദിവസം കൊണ്ട് വയ്യ ചേച്ചി. അയ്യോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കേ. എന്തിനാ വെറുതെ? അവിടെ ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ശരി ചേച്ചി, പോയിട്ട് വരാം. ആ ശരി എന്നാ പോയിട്ടോ. ഇങ്ങനെ ഒരു പിശുക്കി അവൻ അയച്ചു കൊടുക്കുന്ന പൈസകൾ ആർക്ക് കൊണ്ട് കൊടുക്കണോ എന്തോ. അവൻ അവിടെ കഷ്ടപ്പെടുന്നു, ഇവിടെ സുഖിക്കുന്നു. ആ ചേച്ചി, ആ നീയോ? ഇപ്പൊ സാധനമൊന്നും മേടിക്കാറില്ലേ ചേച്ചി? ആ എന്ത് വാങ്ങാനാ ചേച്ചി? ഒരുപാട് കാശുണ്ടല്ലോ, ഭർത്താവ് ഗൾഫിലല്ലേ, പിന്നെന്ത് വാങ്ങിച്ചുകൂടാത്തത്? ഗൾഫിലാണെന്ന് പറയുന്നവർക്ക് അങ്ങ് പറയാം. അവരുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയാവൂ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഞാൻ ചുമ്മാ പറഞ്ഞു ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? ആ പിന്നെന്താ. ആ നിക്കടി ഇവിടെ. ആർക്കടി നീ വെള്ളം കൊണ്ടുപോന്നെ? കുറെ നേരമായി ഒരുത്ത ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നല്ലോടി. അമ്മ അത് ഡെലിവറി ബോയാ, ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന. ഡെലിവറി പോയോ? ഓഹോ, അപ്പൊ അവ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ നീ ഇവിടെ ഡെലിവറി ചെയ്യാണല്ലേ ഇവന്? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഒന്നും പറയുന്നില്ല. കുറെ ദിവസമായിട്ട് കാണുന്നല്ലോ ഇതിന്റെ ചിരിയും കളി. ഇത്ര ശരിയല്ല കേട്ടോ. എന്താടി ഇവിടെ ഒരു ബഹളം? കണ്ടില്ലേ, ഒരുത്ത ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇവള് വെള്ളം എടുക്കാൻ പോകുന്നു, വെള്ളം കൊണ്ടു കൊടുക്കുന്നു, ഡെലിവറി ചെയ്യുന്നു. എന്താ ഇതൊക്കെ? അമ്മ കാര്യം അറിയാൻ സംസാരിക്കരുത്. വീട്ടിലുള്ളവരും കൂടി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ എങ്ങനെയാ? ഭർത്താവ് ഗൾഫിലാണെന്ന് കരുതി അവരുടെ ഭാര്യമാരെല്ലാം ഇങ്ങനെയാണെന്ന് നമുക്ക് കരുതരുത്. ചേട്ടൻ അവിടെ വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാട് എനിക്ക് മാത്രമേ അറിയാവൂ. നീ എന്തിനാടി എപ്പോഴും അവളോട് ഇങ്ങനെ പോരാടുന്നത്? ഗൾഫുകാരൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അടക്കം പറച്ചിലും തമാശയൊക്കെയാ. പക്ഷെ അവർക്കൊരു മനസ്സും ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല.